ഓം നമഃ ശിവായ. ഉപാസനയുടെ പ്രധാനമാണ് ഓരോ ചൈതന്യങ്ങളെയും അർത്ഥവത്താക്കുന്നത്. അപ്പോൾ സ്വയംഭൂ ആയിരിക്കുന്ന ക്ഷേത്രങ്ങളുടെ പ്രത്യേകത, അവിടെ പ്രത്യേകിച്ച് ചൈതന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ സ്ഥിരമായ ചൈതന്യമുണ്ട്. ഒരു ദേവൻ്റെ 1/3 അംശം മുകളിലേക്കും ബാക്കിയുള്ളതായ 2/3 ഭാഗവും ഭൂമിക്കടിയിലേക്കാണ്. അപ്പോൾ പാതാളതലം ആരഭ്യ എന്നൊക്കെ പറയുന്ന ഭാഗവതം പറയുന്ന പോലെ തന്നെ ഭൂമിക്ക് അടിയിലുള്ളതായ വലിയൊരു ചൈതന്യത്തിൻ്റെ ഒരംശം മാത്രമേ മുകളിലേക്ക് കാണുള്ളൂ എന്നർത്ഥം. അതാണ് സ്വയംഭൂവിൻ്റെ പ്രത്യേകത. സ്വയംഭൂ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത അത് തന്നെയാണ്. അവിടെ ഒരു പണ്ടപ്പരപ്പും പരാതിയും പറയേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അവിടെ നാമം ജപിച്ച് തൊഴുന്നവർക്ക് എല്ലാ അനുഗ്രഹവും നൽകുന്നു. അപ്പോൾ സ്വയംഭൂ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത അത് തന്നെയാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിലാണെങ്കിലോ എന്താണ് ഭഗവാൻ ഒഴിച്ച് അല്ലെങ്കിൽ ബിംബം ഒഴിച്ച ഒരു വസ്തു, ഒരു കല്ലിനെ മുട്ടി നോക്കി അതിന് ശബ്ദം, നല്ല ശബ്ദം കിട്ടിക്കൊണ്ട് നപുംസകശില, ആധാരശില മുതലായ ഇവിടെ ഓരോ സ്ത്രീശില, പുരുഷശില മുതലായ തിരിഞ്ഞുകൊണ്ട് ആ ശിലകളെ പ്രത്യേകം വേണ്ടത് മാത്രം വെക്കുക. അപ്പോൾ വേണ്ടാത്തതിനെ മാത്രം കൊത്തി കളയുമ്പോൾ എന്തായിത്തീരുന്നു? അത് ബിംബമായിത്തീരുന്നു. അതുപോലെയാണ് ഞാനും നിങ്ങളും കേൾക്കുന്ന അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ ജീവാംശങ്ങളും അങ്ങനെയാണ്. കൊത്തി മിനുക്കി റെഡിയാക്കി വെക്കുക ശരീരവും മനസ്സും. മനസ്സ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല അർത്ഥം. മനസ്സ് എന്നൊരു സംഭവമേ ഇല്ല. മനസ്സ് നമ്മൾ സൃഷ്ടിച്ചെടുക്കപ്പെടുന്നതാണ്. സ്വപ്നം മനസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത് അർത്ഥം, ബുദ്ധിയിൽ നിന്നല്ല. മനസ്സ് എന്ന ആവരണം ഒരു ഇരുട്ടിൻ്റെ ആവരണമാണ്, ബോധസ്വരൂപത്തിൻ്റെ ആവരണം. അത് പൊളിച്ചു കളഞ്ഞേ പറ്റൂ. അപ്പം അങ്ങനെ പൊളിച്ചു കളഞ്ഞ ബോധസ്വരൂപമായ ഒരു ഈശ്വരൻ, അതിനെ ചൈതന്യവത്തായിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് ക്ഷേത്രങ്ങൾക്കും കമ്മിറ്റിക്കാർക്കും അതുപോലെ ഞാനടക്കമുള്ള ജീവനക്കാർക്കും അതുപോലെ അധികാരികൾക്കും തന്നെയാണ്. അപ്പം ഓരോ ക്ഷേത്രത്തിനും ഓരോ സമയമാണ്. ഒരു പുനരുദ്ധാരണ കാലഘട്ടം എന്ന് പറയുന്നത് വ്യാഴവട്ട കാലമാണ്. വ്യാഴം പ്രസാദിക്കണം 12 വർഷമാണ്. 12 രാശികളിലൂടെ സഞ്ചരിക്കുന്നതായ ഒരു സൂര്യഭഗവാൻ അവിടെ നമുക്കറിയാം, അവിടെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് ഭൂമി മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് എന്ത് ശതമാനം? 30% സൂര്യപ്രകാശം അടിക്കുമ്പോൾ അതിനെ മേടമാസമെന്നും, പിന്നീടുള്ളതായിട്ട് മേട, ഇടം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അത്രയായി 12 മാസമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അല്ലാണ്ട് സൂര്യൻ ചലിക്കുന്നു എന്നില്ല അർത്ഥം. അപ്പം ദക്ഷിണായന കാലഘട്ടം ആരംഭിച്ചു. ഉത്തരായന കാലഘട്ടത്തിൽ നമുക്കറിയാം കറക്റ്റ് നട തുറന്നു കഴിയുമ്പോൾ സൂര്യോദയ സമയത്ത് മഹാദേവൻ്റെ നെറ്റിയിലേക്ക് സൂര്യപ്രകാശം അടിക്കുന്നു. പത്മനാഭ സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അറിയാം, താഴെ മുതലുള്ളതായ ഓരോ വാതിലുകളെയും കൃത്യമായ രീതിയിൽ തന്നെ സൂര്യപ്രകാശം അടിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്നത്തെ വാസ്തുശാസ്ത്രത്തിൻ്റെ വളർച്ച, അന്നത്തെ വാസ്തുവിദ്യാ ഗുരുകുലത്തിൻ്റെ വളർച്ച. സ്ഥപതി സ്ഥപനാർഹസ്യാൽ സർവശാസ്ത്ര വിശാരദ. ഒരു കോല് കുത്തി ഒരു കിണറിൻ്റെ സ്ഥാനം കാണണമെങ്കിൽ അയാൾ എന്തായിരിക്കണം? സർവശാസ്ത്ര വിശാരദനായിരിക്കണം. ബിംബത്തിൻ്റെ കണക്കറിയിക്കണം, സ്വയംഭൂ ആണെന്നിരിക്കണം, കിണറിന് എവിടെ സ്ഥാനം കാണണമെന്നിറങ്ങി. അപ്പോൾ ഒരു ശാന്തിക്കാരൻ എന്നെ സംബന്ധിച്ചോളം, ശാന്തിക്കാരൻ ഒരു ശാസ്ത്രത്തിൽ മാത്രം അറിഞ്ഞാൽ പോരാന്നർത്ഥം. ബിംബശാസ്ത്രം അറിഞ്ഞിരിക്കണം, അവിടുത്തെ ചൈതന്യത്തിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിരിക്കണം, ആ ബിംബത്തിൻ്റെ കണക്കറിയിക്കണം, അവിടുത്തെ നിവേദ്യ വസ്തുക്കളുടെ അളവ് അറിഞ്ഞിരിക്കണം, ആ ക്ഷേത്രത്തിൽ ഉപയോഗിക്കേണ്ടതായ പൂക്കൾ എന്തൊക്കെയാണ് എന്നറിയിക്കണം. അപ്പോൾ തുമ്പയും കുന്നയും ചൂടുമീശൻ പദ പങ്കജം ചേർന്നു നാടുപാമ്പേ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പാടിയപ്പോൾ മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ഫസ്റ്റ് തുമ്പപ്പൂവാണ്. വെള്ള തുമ്പപ്പൂ 1 ചേർത്തിയാൽ മതി. ഏകബില്വം ശിവാർപ്പണം. പിന്നെ ഏകബില്വം, ഒറ്റ ബില്വം. ബില്വതലാർച്ചന എന്ന് പറഞ്ഞാൽ കൂവളത്തിൻ്റെ ഒരല, അതാണ് പ്രത്യേകത. അഭിഷേകപ്രിയോ രുദ്രഹ, അലങ്കാരപ്രിയോ വിഷ്ണു. അപ്പം അഭിഷേകപ്രിയനായ മഹാദേവൻ 36 കുടം ധാര എല്ലാ ദിവസവും. ഇന്നലെ പ്രദോഷധാരയായിരുന്നു. ആർക്കും വേണ്ടിയിട്ട് 10 പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ഒരു ദിവസം പോലും ധാര ഉണ്ടായാലും ഇല്ലെങ്കിലും എന്തായാലും നമ്മൾ ശ്രീരുദ്ര ചമകാദികളും കൊണ്ട് എല്ലാ ലോകത്തിലെ എല്ലാവർക്കും നന്മ വരാനായിക്കൊണ്ട് എല്ലാ നാളും കൂട്ടിക്കൊണ്ടാണ് നമ്മളിവിടെ കഴിക്കുന്നത്. അരച്ച ചന്ദനം അല്ലാതെ ചാർത്തില്ല, ശുദ്ധമായതായ ചന്ദനമല്ലാതെ പ്രസാദം കൊടുക്കാറില്ല. ഏറ്റവും ക്വാളിറ്റിയുള്ള ചന്ദനം തന്നെ കൊടുക്കുക. അതുപോലത്തെ കറയൊന്നും പറ്റില്ല, ഇപ്പോൾ പരീക്ഷിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഒരു നേരം ശാന്തിയുള്ളതായ സാമ്പത്തിക പരിമിതിയുള്ള ക്ഷേത്രമായിട്ട് പോലും ഏറ്റവും നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയുള്ള വസ്തുക്കളെ നമുക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ഫലം എനിക്കടക്കം, ഇവിടെ തൊഴുവാൻ വരുന്ന ജീവനക്കാർക്കടക്കം, ഇവിടെ വരുന്ന നാട്ടുകാർക്കടക്കം ഉണ്ട് എന്ന് 100% സ്വയം അനുഭവം പങ്കുവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വന്നതായ
മുൻ മേശാന്തിയുടെ കുടുംബം അതിശക്തമായ രീതിയിൽ ലോകം മുഴുവനും യൂട്യൂബ് വഴിയും ഒക്കെ ആയിക്കൊണ്ട് കീർത്തനങ്ങളും പ്രഭാഷണങ്ങളും ഗീതാപ്രഭാഷണങ്ങളും നടത്തുന്നുണ്ടെങ്കിൽ അത് സംശയമൊന്നുമില്ല ജ്ഞാനസ്വരൂപമായ ദക്ഷിണാമൂർത്തി സ്വരൂപമായ വിദ്യാസ്വരൂപമായ തലപ്പുഞ്ച മഹാദേവൻ്റെ മാത്രം കഴിവാണ്. സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ശാന്തിക്കാരനായ സഞ്ജയ് മാങ്കുളത്തിൻ്റെ മഹാദേവൻ. എൻ്റെ സ്വകാര്യ സ്വത്ത് എന്ന് അതാണ് ഇവിടെ ഇന്ന് തുടക്കം. ജയിലി വയസ്സായിട്ട് തുറന്ന് ഈശ്വരൻ തിരുമേനി ഇവിടെ പിച്ച വെച്ച് നടന്ന ആ ഉമ്മഞ്ഞം കഴിഞ്ഞ കാലത്ത് വായ്ക്കരക്കാവൊന്നും വഴിയൊന്നുമില്ല. വായ്ക്കരക്കാവിൽ നടന്ന് ശുദ്ധാശുദ്ധികളോടി ഒരു ദിവസം എന്തോ കൈ നനച്ചില്ല എന്ന് പറഞ്ഞ് തോർത്ത് തന്ന് ഈ തോട്ടിൽ മുങ്ങിക്കുളിപ്പിച്ച് ഇവിടെ കഴിപ്പിച്ചപ്പോൾ ആനന്ദത്തിൻ്റെ കണ്ണുനീരണിയുമ്പോൾ സംശയമൊന്നുമില്ല DV മണയത്താറ്റ് സാഹിത്യകാരൻ, കവി, അതുപോലെ തന്നെ തന്ത്രശാസ്ത്രത്തിൽ വിദഗ്ധൻ, ഈ ഈശ്വരൻ തിരുമേനിയും ഈ DV മണയത്താറ്റും കൂടി രണ്ടുപേരും കൂടി കട്ടയ്ക്ക് എന്ന് തന്നെ പറയാമല്ല, ഈ ഉത്സവത്തിനൊക്കെ പറയില്ല കട്ടയ്ക്ക് മത്സരം എന്ന് പറഞ്ഞ പോലെ മേള മത്സരം, അതുപോലെ രണ്ടുപേരും കട്ടയ്ക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നത് അവിടെ. ഇവിടെ ഒരു കഷ്ണം മാത്രം ദേവസ്വകോ എന്ന് മാത്രം ഒരു ഫലകത്തിൽ കണ്ട് അതും കൊണ്ട് പോയി കൊച്ചിൻ ദേവസ്വം കൂടി പോയി അതിൻ്റെ രേഖകളെടുത്ത് ഇവിടെ വൃത്തിയാക്കി വഴി വരാനുള്ള സാഹചര്യങ്ങളുണ്ടാക്കി തേക്കുകൾ വെച്ച് പിടിപ്പിച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ച് ഈശ്വരൻ തിരുമേനിയും DV മണയത്താറ്റും കൂടി നടത്തി. ഇവിടെ ചുറ്റമ്പല പ്രതിഷ്ഠയ്ക്ക് കല്ലിടനും ഞാനുണ്ടായിരുന്നു. ആ കല്ലെടുത്തിന് ശേഷം 3 വർഷം മാത്രമേ DV മണയത്താറ്റ് ജീവിച്ചുള്ളൂ. ഇപ്പോൾ വിഷ്ണുപാദത്തിൽ ചേർന്നിരിക്കുന്നതായ അദ്ദേഹത്തിൻ്റെ മകൻ എപ്പോൾ വിളിച്ചാലും അനിക്കുട്ടേട്ടൻ മനയത്താറ്റ് എന്ന് ഞങ്ങൾ വിളിക്കുന്നതായ ഞങ്ങളുടെ സ്വന്തം മണയത്താറ്റ് തിരുമേനി അടക്കം ഒത്തൊരുമയോടെ അവരൊന്നും പ്രാർത്ഥിക്കാറില്ല എന്നർത്ഥം. അവനവൻ്റെ ആവശ്യങ്ങൾ അവിടെ ഇരുന്നാണെങ്കിൽ പോലും തലപ്പുഞ്ച മഹാദേവ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ മഹാദേവൻ നടത്തുന്നുണ്ടെങ്കിൽ ലോകത്തിൽ അഭിമാനിക്കാവുന്നതായ 3000 വർഷം പഴക്കമുള്ളതായ വലിയ ഒരു ക്ഷേത്രം. പാർവതീദേവിയെ മടിയിലിരുത്തുകൊണ്ട് ഒറ്റ പാത്രത്തിൽ തന്നെ പാർവതീദേവിക്ക് പ്രാണാഹുതി കഴിക്കുന്നതായ അപൂർവ ക്ഷേത്രം. അങ്ങനെയുള്ളതായ ക്ഷേത്രം ഒന്നും ഏതോ അപ്രാപ്യ നിവർത്തൻ്റെ വാചശ്ച മനസാ സഹ. എവിടെയാണോ മനസ്സുകൾക്കും ബുദ്ധിക്കും അപ്പുറമായി നിൽക്കുന്നതായ മൗനത്തിൻ്റെതായ ബോധസ്വരൂപമായ തലപ്പുഞ്ച മഹാദേവനായി തന്നെ ഞാൻ മാറിയെങ്കിൽ സംശയമൊന്നുമില്ല. ഇവിടെ നാലമ്പലത്തിനിരിക്കുമ്പോൾ പൂജ ചെയ്യുന്നവരെ പരിപൂർണമായിട്ട് ഞാൻ തന്നെയാണ് മഹാദേവൻ എന്ന്. ഞാൻ എന്ന് പറഞ്ഞാൽ അഹമെന്നൊരു ഭാവം തീർത്തകല, അഹം എന്നുള്ള ഞാനല്ല, അഗ്നിപ്രാകാരത്തെ കൊണ്ട് ശരീരം ദഹിപ്പിച്ച് അവിടെ ശുദ്ധമായി തീർന്ന് നമുക്കിപ്പോൾ അതേ വേണമെങ്കിൽ പറക്കാൻ നടക്കും. എങ്ങനെ പറക്കാൻ നടക്കും? അപ്പൂപ്പൻ താടി പോലെ ടച്ചില്ലാണ്ട് നടക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഗോവർദ്ധന ഗിരി ഉയർത്താൻ പറ്റും. വലിയ വാർപ്പ് ഒറ്റയ്ക്ക് വാങ്ങാൻ പറ്റും. കാരണം നമ്മൾ മഹാദേവനായിട്ട് പൂർണ്ണത്രയീശൻ്റെ കീശാന്തി വേറെ ആരും തൊടാൻ പറ്റുമോ വാർപ്പ്? അദ്ദേഹം ഒറ്റയ്ക്കല്ലേ നടക്കണേ. ആ സമയം അത് കഴിഞ്ഞെടുത്തൊരു പാത്രം പിടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നടുവേദന വരും, പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ പായസം എല്ലാവർക്കും വിതരണം ചെയ്യേണ്ടതൊക്കെ ഒറ്റയ്ക്കാണ് വാർപ്പ് വാങ്ങിച്ചത്. പൂർണ്ണത്തിൻ്റെ കീശാന്തിയും വാങ്ങി വയ്ക്കുന്നില്ലേ. അപ്പോൾ ആ സമയത്ത് പൂജ കഴിഞ്ഞ സമയത്ത് സർവ്വശക്തിയും തന്നിലേക്ക് വരുമ്പോൾ ആവശ്യത്തിന് മാത്രം ശക്തി സ്വീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള ശക്തി എവിടെ കൊടുക്കുന്നു? ആ ചൈതന്യത്തിലേക്കും ആ നാട്ടിലേക്കും ആ ലോകത്തിലേക്കും. ഒരു ഉറുമ്പ് വന്നു എന്ന് വിചാരിക്കുക മലരിൻ്റെ അടുത്ത്, തീർച്ചയായിട്ടും ആ ഒരു കഷ്ണം മലര് ഉറുമ്പിനിട്ട് കൊടുക്കണം. നമ്മളിലുള്ള ചൈതന്യവും ഉറുമ്പിനുള്ള ചൈതന്യം എങ്ങനെയാണ്? എല്ലാ ദിവസവും നമ്മളിതാ ഇവിടെ ഇതുള്ളൊക്കെ ദിവസം എന്താ ബലികൾക്കുള്ളതായ ദിവസം, നമസ്കാരമുള്ള ദിവസം കൃത്യസമയത്ത് ആ കാക്കയും ഫാമിലിയും കുടുംബവും ഇവിടെ വരുന്നു. അതിനുശേഷം അവിടെ നമസ്കാരത്തിന് ശേഷം നമ്മൾ അവിടുന്ന് മാറി വയ്ക്കുന്നു. അവരത് ഭക്ഷിച്ചു പോകുന്നു. നമുക്കറിയാൻ പറ്റില്ല ആ ഏൽപ്പിച്ച പിതൃ തന്നെയാണോ കാക്കയായിട്ട് വരുന്നത് നമുക്കറിയില്ല. അപ്പോൾ എല്ലാ ജീവികളെയും സ്നേഹിക്കാൻ ഒരൊറ്റ ക്ഷേത്രമേ ഉള്ളൂ. അത് തലപ്പുഞ്ച മഹാദേവനും പാർവതീദേവിയും ഗണപതിയും ഭദ്രകാളിയും സുബ്രഹ്മണ്യനും ശാസ്താവും ഒക്കെ ഒരുമിച്ചരുളുന്ന ഒരേ ഒരു ക്ഷേത്രം. ഒരു വണ്ടപ്പരപ്പും പറയാതെ അനുഗ്രഹം നൽകുന്ന ക്ഷേത്രം. ബാക്കിയുള്ളിടത്ത് ഇന്ന ദുരിതങ്ങൾ ദുഃഖങ്ങൾ അങ്ങനെയൊക്കെ പറയാം. എല്ലാ ശനിയാഴ്ച ദിവസവും ഇവിടെ തേങ്ങ മുട്ടി ഫലം പറയുന്നു. അത് ഇവിടെ മാത്രമല്ല, ഈ ഒറ്റ ക്ഷേത്രത്തിൽ മാത്രമല്ല വഴിപാട് പറയാറില്ല. അവരുടെ ആ ഇതനുസരിച്ച് അവരുടെ പരദേവതയടക്കം തൊട്ടടുത്ത ക്ഷേത്രങ്ങൾ ഇവിടെ ഒരംശം മാത്രം സ്വീകരിച്ചുകൊണ്ട് ബാക്കി ക്ഷേത്രങ്ങളിലേക്കും കൂടി വഴിപാട് നടന്നു. സാധാരണ ക്ഷേത്രങ്ങളൊക്കെ ആ ക്ഷേത്രത്തിൽ വഴിപാട് കൂട്ടാൻ വേണ്ടി മാത്രം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ
കാണുന്നതായ തേങ്ങ മുട്ടി ഫലം പറയുന്ന കാണുന്നതായ എല്ലാം ഒരേപോലെ ഈ ക്ഷേത്രത്തെയും അവരുടെ പരദേവതയും അവരുടേതായ ഏതൊക്കെ എവിടെയൊക്കെ പോകാൻ മടിക്കുന്ന അവരെയും ഒരുപോലെ കാണുന്ന ഒന്നാണ് തലപ്പുഞ്ച മഹാദേവനും പാർവതീദേവിയും. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവർക്കും നല്ലൊരു അവിട്ടം നക്ഷത്രം ആശംസിക്കുന്നു.